തുടരും സിനിമയുടെ 12 ദിവസത്തെ കേരള കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. 12 ദിവസം കൊണ്ട് ഏകദേശം 76 കോടിയിലേക്ക് സിനിമയുടെ കേരള കളക്ഷൻ എത്തിയിട്ടുണ്ട്. 11 ദിവസത്തെ സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ എന്നത് 32 കോടി രൂപയാണ്. അധികം വൈകാതെ തന്നെ കേരളത്തിലെ സിനിമയ്ക്ക് 40 കോടി രൂപയോളം ഷെയർ കളക്ഷൻ ഉണ്ടാകുമെന്നാണ് മൂവി ട്രാക്കേഴ്സൊക്കെ പറയുന്നത്. മെയ് 5-ാം തീയതി സിനിമയുടെ കേരള എസ്റ്റിമേറ്റഡ് കളക്ഷൻ എന്നത് 5,21,00,000 11 ദിവസം കൊണ്ട് 166 കോടിയോളം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും തുടരും സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷനും കൂടി വരുമ്പോൾ തുടരും സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 170 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും. മാർവലിലെ തണ്ടർബോൾട്ട് സിനിമയുടെ UAE അഡ്മിറ്റ്സ് ഇപ്പോൾ തുടരും സിനിമ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. UAEയിൽ തണ്ടർബോൾട്ട് സിനിമ ഓപ്പണിംഗ് വീക്കെൻഡിൽ 73,765 അഡ്മിറ്റ്സ് ആണ് നേടിയത്. തുടരും സിനിമ സെക്കൻഡ് വീക്കെൻഡ് ആയപ്പോൾ 88,828 അഡ്മിറ്റ്സ് നേടിയിട്ടുണ്ട്. എന്തായാലും ലോ ഹൈപ്പിൽ വന്ന ലാലേട്ടൻ ചിത്രമായ തുടരും വലിയ റെക്കോർഡുകൾ തന്നെയാണ് നേടുന്നത്. ഇനി മെയ് 9-ാം തീയതി തുടരും സിനിമയുടെ തമിഴ് ഡബ്ഡ് വെർഷൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. തുടരും സിനിമയുടെ തമിഴ് വെർഷൻ്റെ ട്രെയിലറൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ ലാലേട്ടൻ തന്നെയാണ് തമിഴ് വെർഷന് ഡബ് ചെയ്തിട്ടുള്ളത്. തുടരും സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനും കേരള കളക്ഷനും എത്രയായിരിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാനൊരു 100 CR ഒക്കെയാണ് സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ വേൾഡ് വൈഡ് കളക്ഷൻ 200 CR മുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. തുടരും സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.